ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നു എന്ന് കരുതുന്നു. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ടൈം എന്താണ്, നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുക. എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റുകളായിരുന്നു. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. നമുക്കിന്ന് ഒരു പുതിയ കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് നോക്കുന്നത്. എന്താണ് കോൺട്രിബ്യൂഷൻ? കോൺട്രിബ്യൂഷൻ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്? വിഹിതം. എന്താണ് കോൺട്രിബ്യൂഷൻ? വിഹിതം. ഇവിടെ എന്താണ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിഹിതം എന്ന് പറയുന്നത്? നമ്മുടെ ബിസിനസ് ഒക്കെ തുടങ്ങി, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് വേണമെന്ന് നമ്മൾ തീരുമാനിച്ച് ബിസിനസ് ഒക്കെ തുടങ്ങി, നമ്മൾ കച്ചവടമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമ്മുടെ മനസ്സിൽ എന്താണ്? നമുക്ക് ലാഭം വേണം അല്ലേ? ലാഭം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിനുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാൽക്കുലേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? സെയിൽസ് അല്ലേ? നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ആ ഒരു വർഷത്തെ അല്ലെങ്കിൽ ആ ഒരു മാസത്തെ സെയിൽസ് ഇത്ര രൂപയാണെന്ന് വിചാരിക്കുക, 10,000 രൂപയാണെന്ന് വിചാരിക്കുക. അതിനകത്ത് വേരിയബിൾ കോസ്റ്റ്, നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു. നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റുമായിട്ട്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് കോസ്റ്റ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ യൂണിറ്റ്സ് എണ്ണം കൂടുന്നതനുസരിച്ചും കുറയുന്നതനുസരിച്ചും എന്താണ് വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷനിൽ നിന്നാണ് നമ്മൾ എന്ത് കുറയ്ക്കുന്നത്? ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും? ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കിട്ടുമ്പോൾ എന്ത് നമുക്ക് ലഭിക്കും? നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? പ്രോഫിറ്റ് ലഭിക്കും. കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇത് എന്തിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്? നമുക്ക് കോൺട്രിബ്യൂഷനും പ്രോഫിറ്റും കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ നമ്മൾ എഴുതി ചെയ്യുന്നതാണ് എന്ന് പറയുന്നത്. ഈ ഫോമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകൂടി പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സെയിൽസ് 10,000 ആണെന്ന് വിചാരിക്കാം. അതിനകത്ത് ഒരു 4,000 നമ്മുടെ വേരിയബിൾ കോസ്റ്റ് നമ്മൾ ലെസ് ചെയ്തു. ബാലൻസ് നമുക്ക് 6,000 നമ്മുടെ കോൺട്രിബ്യൂഷൻ കിട്ടി. ലെസ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് 3,000 രൂപയാണെന്ന് വിചാരിക്കാം. ബാക്കി നമുക്ക് എന്ത് കിട്ടി? 3,000 പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ഇങ്ങനെ നമുക്ക് കോൺട്രിബ്യൂഷനും പ്രോഫിറ്റും കണ്ടുപിടിക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്? എന്താണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ്? നമുക്ക് നോക്കാം. ഇതിനെ പ്രധാനമായി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ബ്രേക്ക് ഈവൻ അനാലിസിസ് നാരോ സെൻസിൽ ചെറുതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, എന്താണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ്? നോ പ്രോഫിറ്റ് നോ ലോസ്. എപ്പോഴാണോ നമ്മുടെ ബിസിനസ്സിന് ലാഭവുമില്ല നഷ്ടവുമില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നത്, അതാണ് എന്തെന്ന് പറഞ്ഞാൽ നാരോ സെൻസിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വരുമാനം ഈക്വൽ ടോട്ടൽ കോസ്റ്റ് ആകുന്ന അവസ്ഥ. എപ്പോഴാണോ നമ്മുടെ വരുമാനം, മൊത്തത്തിലുള്ള വരുമാനം, സെയിൽസിൽ നിന്നുള്ളോ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലുമോ ഉള്ള വരുമാനം നമ്മുടെ ചെലവിന് ഈക്വൽ ആകുന്നത്, അപ്പോഴാണ് എന്തെന്ന് പറയുന്നത് നാരോ സെൻസിലെ ബ്രേക്ക് ഈവൻ അനാലിസിസിൽ പറയുന്നത്. അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ലാഭവുമില്ല നഷ്ടവുമില്ല. ഈ പോയിന്റ് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടി തുടങ്ങുന്നത്? നമ്മുടെ കോസ്റ്റ് കവറായി തുടങ്ങും അല്ലെ? നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ കോസ്റ്റ്, നമ്മുടെ ചെലവുകൾ കഴിഞ്ഞ് നമുക്ക് ലാഭം കിട്ടി തുടങ്ങുന്നത് ഈ പോയിന്റ് കഴിയുമ്പോഴാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇതാണ് നാരോ സെൻസിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്.
ഇനി ബ്രോഡ് സെൻസിൽ പറഞ്ഞാൽ, in broad sense, break-even analysis refers to the study of cost, volume and profit at different levels of activity. എന്താണ് എന്തിന്റെ അനാലിസിസ് ആണ്? കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. നമുക്ക് പറയാം CVP, കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ്. കോസ്റ്റ് എന്താണ്? നമുക്ക് മൊത്തം ഉണ്ടാകുന്ന ചെലവ്, നമ്മുടെ ബിസിനസ്സിന് വേണ്ടുന്ന ഉൽപാദനത്തിനാണെങ്കിലും ഒക്കെയുള്ള ചെലവ്. വോളിയം എന്താണ്? എത്രമാത്രം സെയിൽസ് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്നു, അതാണ് അവിടെ വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ 10,000 യൂണിറ്റ്സ് ആയിരിക്കാം അവിടെ സെയിൽ നടക്കുന്നത്. അത് യൂണിറ്റ്സിൽ പറയുവാണെങ്കിൽ 10,000 യൂണിറ്റ് അവിടെ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളൊരു സൈക്കിൾ മാനുഫാക്ചറിങ് ആണെങ്കിൽ 10,000 യൂണിറ്റ് ഓഫ് സൈക്കിൾസ് അവിടെ എന്ത് വിറ്റു. നമ്മളത് പൈസയിൽ പറയുവാണെങ്കിൽ എന്താണ്? 10 ലക്ഷം രൂപയുടെ കച്ചവടം അവിടെ നടന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തിലൊക്കെ പറയാം? റുപ്പീസിലും പറയാം, യൂണിറ്റ്സിലും പറയാം. ഓക്കെ, സോ അതാണ് വോളിയം എന്ന് പറയുന്നത്. എത്ര രൂപയുടെ കച്ചവടം അവിടെ നടന്നു, അല്ലെങ്കിൽ എത്രമാത്രം യൂണിറ്റുകൾ അവിടെ സെയിൽ ചെയ്യപ്പെട്ടു, അതാണ് വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതാണ് പ്രോഫിറ്റ്. എന്താണ്? നമുക്കറിയാം നമ്മുടെ ലാഭം എത്രയാണ്. അപ്പം ഏതൊക്കെ തമ്മിലുള്ള ഒരു അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത്? കോസ്റ്റ്, നമ്മുടെ ചെലവ്, നമ്മുടെ വോളിയം, എത്രമാത്രം യൂണിറ്റ്സ് നമ്മൾ സെയിൽ ചെയ്തു, അല്ലെങ്കിൽ എത്ര രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ വിറ്റു, ആൻഡ് പ്രോഫിറ്റ്, നമുക്ക് ലാഭം എത്രയാണ്. അപ്പൊ CVP, കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് ആണ് നമ്മൾ എവിടെ നടത്തുന്നത്? ബ്രോഡ് സെൻസിൽ ബ്രേക്ക് ഈവൻ അനാലിസിസിൽ നടത്തുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പുതിയ കോൺസെപ്റ്റ് ആണ് നിങ്ങൾ പഠിക്കുന്നത്, കുറച്ചുകൂടി ശ്രദ്ധിച്ചിരിക്കുക, റിപ്പീറ്റ് ചെയ്ത് കാണുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ബ്രോഡ് സെൻസിൽ നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഈവൻ അനാലിസിസിന്റെ ബ്രോഡ് സെൻസിൽ നമ്മൾ പറഞ്ഞു കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു. എന്താണ് ഈ ആക്ടിവിറ്റി പറയുന്നത്? നമ്മുടെ യൂണിറ്റ്സ്, നമ്മുടെ സെയിൽസിന്റെ യൂണിറ്റ്സ് ചിലപ്പോൾ ഒരു മാസം 10,000 ആയിരിക്കാം, അത് കഴിഞ്ഞ് 9,000 ആയിരിക്കാം, അത് കഴിഞ്ഞ് 8,000 ആയിരിക്കാം. അതാണ് അവിടെ, ആ യൂണിറ്റ്സിനാണ് അവിടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് എത്രയാകും, വോളിയം എത്രയാകും, പ്രോഫിറ്റ് എത്രയാകും എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അതിന് മുന്നേ സെയിൽസ് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ ചാർട്ടിൽ കണ്ടു. സെയിൽസ് ഇസിക്കൽ ടു, നമ്മൾ പറഞ്ഞു സെയിൽസ് ഇസിക്കൽ ടു എന്താണ്? ടോട്ടൽ കോസ്റ്റ്, നമ്മുടെ മൊത്തത്തിലുള്ള ചെലവും ലാഭവും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെയിൽസ് അല്ലെ. നമ്മൾ ഓരോ യൂണിറ്റ് നമ്മൾ വിൽക്കുമ്പോഴും നമ്മളൊരു ലാഭവിഹിതം നമ്മൾ അതിൽ നിന്ന് ഈടാക്കും, അതാണ് പ്രോഫിറ്റ് വരുന്നത്. സോ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ പ്ലസ് പ്രോഫിറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ടോട്ടൽ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്ന, ഓരോ യൂണിറ്റിന്റെ പ്രൊഡക്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. എന്നാൽ മാറ്റമില്ലാത്ത കോസ്റ്റ് ആണ്, ഒരു പരിധി വരെ മാറ്റമില്ലാത്ത കോസ്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ VC, വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ പ്ലസ് പ്രോഫിറ്റ് ഈക്വൽ ടു എന്താ? സെയിൽസ്. ഈ ടോട്ടൽ കോസ്റ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തേ ഉള്ളൂ ഇവിടെ, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. നമുക്കിനി നമ്മുടെ അനാലിസിസ് ഒന്ന് നോക്കാം. ഇത് എഴുതിയെടുക്കുന്നേ. നമ്മുടെ സെയിൽ 10,000 രൂപയ്ക്കാന്ന് വിചാരിക്കാം. നമ്മുടെ സെയിൽ എത്ര രൂപയ്ക്കാണ്? 10,000 രൂപയ്ക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സെയിൽസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. വേരിയബിൾ കോസ്റ്റ് ഇവിടെ 6,000 ആണെന്ന് വിചാരിക്കാം. ഫിക്സഡ് കോസ്റ്റ് എന്താണ്? എപ്പോഴും ഫിക്സ്ഡ് ആണ്, 3,000. ബാക്കി നമുക്ക് 10,000 രൂപ സെയിൽസ് ചെയ്യുകയാണെങ്കിൽ ബാക്കി എത്ര? 6 + 9, 1,000 രൂപ പ്രോഫിറ്റ് വരും. ഓക്കെ, ഇനി നമ്മുടെ സെയിൽസ് യൂണിറ്റ് 9,000 ആയി. നമ്മുടെ 9,000 റുപ്പീസിനാണ് നമ്മൾ കച്ചവടം നടത്തിയത്. അവിടെ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് 5,400. ഫിക്സഡ് കോസ്റ്റ് എന്താണ്? അവിടെ മാറ്റമൊന്നുമില്ല, 3,000 തന്നെ. ഇവിടെ എത്രയാണ്? 5,400 + 3,000 എത്രയായി?
8,400 8,400 ബാക്കി നമുക്ക് 9,000 മൈനസ് 8,400 വരുമ്പോൾ 600 രൂപയുള്ള എന്ത് ലാഭം നമുക്ക് വരുന്നത്. അടുത്തത് നമ്മുടെ 8,000 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ നടത്തിയത്. എത്രയാണ്? 8,000 രൂപയ്ക്ക്. നമ്മുടെ വേരിയബിൾ കോസ്റ്റ് 4,800, ഫിക്സഡ് കോസ്റ്റ് 3,000. എത്രയാണ്? 7,800. മൊത്തം കോസ്റ്റ് എത്രയായി? 7,800. 7,800 ആയി. നമ്മുടെ മൊത്തത്തിൽ സെയിൽസ് എത്ര ഉണ്ട്? 800. ബാക്കി 8,000 മൈനസ് 7,800 എത്രയാണ്? 200 രൂപയുള്ളൂ നമുക്ക് എന്തെന്ന് പറയുന്നത് അവിടെ ലാഭം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റി നോക്കുകയാണ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് ബ്രോഡ് സെൻസിൽ എന്താണ്? കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പം ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സെയിൽസിലുള്ള വ്യത്യാസമാണ്. ഓരോ മാസം നടക്കുന്ന സെയിൽസിലുള്ള വ്യത്യാസമാണ്. ഇനി നമ്മൾ നോക്കുന്നത് 7,500 രൂപയ്ക്കാണ് നമുക്ക് ആ മാസം കച്ചവടം നടന്നത്. അപ്പൊ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് 4,500 ആയി. സെയിം ഫിക്സഡ് കോസ്റ്റ്. ഇവിടെ കോസ്റ്റ് എത്രയായി? 4,500. 7,500 തന്നെ ആയി. നമ്മുടെ സെയിൽസ് എന്താണ്? 7,500. അപ്പൊ നമുക്ക് ലാഭമുണ്ടോ? ഇല്ല. നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 0 മാത്രമാണ്. അപ്പൊ ഇന്നെന്താണ് മനസ്സിലായത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതെത്തുന്നത് എവിടെയാണ്? ഈ സ്റ്റേജിലാണ്. ടോട്ടൽ റവന്യൂ നമ്മുടെ സെയിൽസ് 7,500 ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 7,500. ഇനി നമുക്ക് ഒരു മാസത്തെയും കൂടി നോക്കാം. നമുക്ക് ആ മാസത്തെ കച്ചവടം 7,000 ഉള്ളൂ. 4,200 ആണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 3,000. അപ്പോൾ എത്ര വന്നു? 4,200 3,000 കൂടി ചേർന്ന് 7,200 വന്നു. നമ്മുടെ സെയിൽസ് എത്രയേ ഉള്ളൂ? 7,000 ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് വന്നത്? ലോസ് വന്നു. എത്ര രൂപ? 200 രൂപയുടെ നഷ്ടം നമുക്ക് വന്നു അല്ലെ. അപ്പൊ ഇവിടെ എവിടെയാണ് ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്, അതായത് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്ന അവസ്ഥ വന്നത് ഏത് ലെവലിലാണ്? 7,500 രൂപയുടെ സെയിൽ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്നൊരവസ്ഥ വരും. ഓക്കെ. അപ്പം നമ്മുടെ ബിസിനസിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? തുടങ്ങുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ എന്താ കച്ചവടം കുറവായിരിക്കും. അപ്പൊ നമുക്ക് എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം? ഒരു മാസം ലോസ് വന്നാൽ അടുത്ത മാസം നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്നൊരു അവസ്ഥയെങ്കിലും എത്തണം അല്ലെ. ബ്രേക്ക് ഈവൻ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ബ്രേക്ക് ഈവൻ ആകണം. അതായത് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്നൊരു അവസ്ഥ നമുക്ക് വരണം. അത് കഴിഞ്ഞാൽ മാത്രമേ എന്താകുകയുള്ളൂ? നമുക്ക് ലാഭം കിട്ടി തുടങ്ങിയാണ്. കണ്ടോ, കച്ചവടം കൂടി വരുമ്പോഴാണ് എന്ത് നടക്കുന്നത്? ലാഭം നമുക്ക് കിട്ടി തുടങ്ങുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. എന്താണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് നടത്തി അപ്പം ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് എന്താണ്? നേരത്തെ 7,500 എത്തിയപ്പോൾ എന്താണ് അവിടെ നോ ലോസ് നോ പ്രോഫിറ്റ് വന്നു. അപ്പം നമ്മുടെ ബിസിനസ്സിൽ എവിടെ എത്തുമ്പോഴാണ് നമുക്ക് ലാഭവുമില്ല നഷ്ടവുമില്ല എന്നൊരവസ്ഥ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ്? ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ്. എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ്? അത് ബ്രേക്ക് ഈവൻ എവിടെയാണോ നമ്മൾ ബ്രേക്ക് ഈവൻ ആകുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടൂളാണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻ സെയിൽസ്, ഇൻ യൂണിറ്റ്സ്. ഇൻ സെയിൽസ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ബൈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാം. എന്നാൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്താണ്? PV റേഷ്യോ. പ്രോഫിറ്റ് വോളിയം റേഷ്യോ. പ്രോഫിറ്റ് എന്താണ്? ലാഭം. വോളിയം എന്താണ്? ഇത്ര യൂണിറ്റ്സ് ഓഫ് സെയിൽസിൽ അല്ലെങ്കിൽ ഇത്ര രൂപയുടെ സെയിലിൽ നമുക്ക് എത്ര മാത്രം ലാഭം കിട്ടും. ഇത്ര 14 രൂപയ്ക്ക് നമ്മൾ വിൽക്കുമ്പോൾ അതിൽ എത്ര ശതമാനമാണ് നമുക്ക് ലാഭം കിട്ടുമെന്ന് നോക്കുന്ന റേഷ്യോ ആണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ PV റേഷ്യോയുടെ ഇക്വേഷൻ നമുക്ക് അറിയണം. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് അറിയണം അല്ലെ.
നമ്മൾ കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് നേരത്തെ എഴുതിയിരുന്നു. സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു contribution. Contribution less fixed cost equal to profit. For example, നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിൽസ് 1,00,000, വേരിയബിൾ കോസ്റ്റ് 60,000. ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എന്ത് കിട്ടും? 40,000 കിട്ടും. ഈ 40,000 ഫിക്സഡ് കോസ്റ്റ് 30,000 ആണെന്ന് കരുതുക. ബാക്കി നമുക്ക് ലാഭം എത്ര ഉണ്ട്? 10,000. പിന്നെ അത് നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിക്കണം. പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ സി ബൈ സെയിൽസ് ഇൻറ്റു 100. അത് പെർസെൻറ്റേജിലാക്കാനാണ് 100 കൊണ്ട് ഇൻറ്റു ചെയ്തത്. കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 40,000 ഡിവൈഡഡ് ബൈ സെയിൽസ് 1,00,000 ഇൻറ്റു 100 എന്ത് കിട്ടും? 40% നമുക്ക് പി വി റേഷ്യോ ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇതിൽ സംശയമില്ലല്ലോ. പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. 40,000 ബൈ 1,00,000 ഇൻറ്റു 100 ചെയ്തപ്പോൾ 40% ലഭിച്ചു. ഇനി നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് കണ്ടുപിടിക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പി വി റേഷ്യോ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഇവിടെ എത്രയാണ്? 30,000. നമ്മുടെ പി വി റേഷ്യോ 40%. നമുക്ക് ലഭിക്കുന്ന ബി പി ഇൻ സെയിൽസ് എന്ന് പറയുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു 75,000 രൂപയാണ്. 75 rupees. ഇത് റുപ്പീസിലാണ്. ഇനി യൂണിറ്റ്സിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ കേട്ട് 30,000 ഡിവൈഡ് ബൈ 40% എത്ര വന്നു? 70,000 വന്നു. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ഇക്വാലിറ്റി എങ്ങനെയാണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് ഡിവൈഡഡ് ബൈ സെയിൽസ് പെർ യൂണിറ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് ഡിവൈഡഡ് ബൈ സെയിൽസ് പെർ യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. എന്താണ് ഈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ 10 രൂപയാണ്. ഒരു യൂണിറ്റിന്റെ പേന നമ്മൾ വിൽക്കുകയാണ്, 10 രൂപയാണ് സെയിൽസ് പെർ യൂണിറ്റ്. ഇവിടെ സെയിൽസ് പെർ യൂണിറ്റ് പറഞ്ഞില്ലേ? 10 രൂപയാണ് സെയിൽസ് പെർ യൂണിറ്റ് എങ്കിൽ അതിന്റെ വേരിയബിൾ കോസ്റ്റ് 2 രൂപയാന്നിരിക്കട്ടെ. ഇത് യൂണിറ്റിലാണ് പറയുന്നത്. അതാണ് ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സെയിൽസ് 10 രൂപയാണ്, അതിന്റെ വേരിയബിൾ കോസ്റ്റ് 2 രൂപയാണ് എങ്കിൽ കോൺട്രിബ്യൂഷൻ എത്ര വരും? 8 രൂപ വരും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്മുടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റ്സ് നമുക്ക് ലഭിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞത് എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ? നമ്മുടെ നേരത്തെ ചാർട്ടില് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു എന്തോ നമ്മൾ പറഞ്ഞിരുന്നു? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ആ ചാർട്ട് നിങ്ങൾ നോക്കിക്കേ. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത് റിവേഴ്സിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ ലഭിക്കും. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും? കോൺട്രിബ്യൂഷൻ ലഭിക്കും. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ സെയിൽസ് എന്താണെന്ന് പറഞ്ഞു, ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ടോട്ടൽ കോസ്റ്റ് എന്തായിരുന്നു? ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു അറിയാം നിങ്ങൾക്ക് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്. സെയിൽസ് ഈക്വൽ ടു
ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഓക്കെ, അടുത്തത് കോൺട്രിബ്യൂഷൻ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. മറ്റേ ആ സ്റ്റേറ്റ്മെന്റ് കോൺട്രിബ്യൂഷൻ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ വന്നാൽ ഓർമ്മ കിട്ടും. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ഇനി നമുക്ക് പി വി റേഷ്യോ വേണം. പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. പി വി റേഷ്യോ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇത്ര റേറ്റ് ഓഫ് സെയിൽസിൽ എത്രയാണ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പി വി റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ ചെയ്യുന്നത്. പി വി റേഷ്യോ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുകയാണ്. ഇപ്പോൾ 2 വർഷത്തെ അല്ലെങ്കിൽ 2 കമ്പനിയുടെ പ്രോഫിറ്റ് തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 വർഷമാണെങ്കിൽ ആ 2 വർഷത്തെ പ്രോഫിറ്റ് എത്രയാണെന്ന് എഴുതി അതിൻ്റെ മൈനസ് ചെയ്ത് അതുപോലെ സെയിൽസും അതുപോലെ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ്. അത് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ക്രമേണ നോക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചാലും ഓർമ്മ കിട്ടുന്നത്. ഇൻറ്റു 100 ആണെന്ന് പറയുന്നത് പി വി റേഷ്യോയുടെ വേറൊരു ഇക്വേഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇക്വേഷൻ ആണ്. ഇത് എഴുതിയെടുക്കണം എല്ലാവരും. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്തായിരുന്നു? സെയിൽസ് ഫിക്സഡ് ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ: കമ്പ്യൂട്ട് ബ്രേക്ക് ഈവൻ ഓപ്പർച്യൂണിറ്റി ഇൻ സെയിൽസ് വാല്യൂ ആൻഡ് ഇൻ യൂണിറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ്. ഇവിടെ ടോട്ടൽ ഔട്ട്പുട്ട് 10,000 യൂണിറ്റ്സ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ₹20 യൂണിറ്റിലാണ് വന്നിരിക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹12. ഫിക്സഡ് കോസ്റ്റ് 40,000 തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസും യൂണിറ്റ്സും ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ്. എന്താണ് ഇക്വേഷൻ? ഫിക്സഡ് കോസ്റ്റ് ബൈ ഇക്വേഷൻ എന്താ? ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് ഫിക്സ്ഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് നമുക്കുണ്ട്, പക്ഷെ പി വി റേഷ്യോ ഇല്ല. പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇക്വേഷൻ എന്താണ്? പി വി റേഷ്യോ കോൺട്രിബ്യൂഷൻ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു 100. ഇവിടെ കോൺട്രിബ്യൂഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. Contribution is equal to selling price minus variable cost. The selling price ₹20, variable cost per unit 12. So നമുക്ക് എത്ര രൂപ കിട്ടി? കോൺട്രിബ്യൂഷൻ 8 per unit, ₹8 per unit. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം? പി വി റേഷ്യോ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. കോൺട്രിബ്യൂഷൻ is equal to 8 by contribution 8, selling price 20 into 100. 8 by 20 into 100 കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. 40% നമുക്ക് പി വി റേഷ്യോ കിട്ടി. ഇനി അത് ഫിക്സഡ് കോസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ബി പി ഇൻ സെയിൽസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ ആണ് നമ്മുടെ ഇക്വേഷൻ. ഫിക്സഡ് കോസ്റ്റ് ഇവിടെ 40,000 രൂപ. 40,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ഈക്വൽ ടു 40%. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ₹1 lakh എന്ത് കിട്ടി? ₹1 lakh ഇവിടെ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് കിട്ടി. അപ്പൊ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് ഈസ് ₹10,000. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് അറിയാം, ബട്ട് പി വി റേഷ്യോ നമുക്ക് അറിയില്ല. പി വി റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം പി വി റേഷ്യോ? കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് പെർ യൂണിറ്റ് ഇൻറ്റു 100. ഇവിടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെയാണ്? സെയിൽസ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? കോൺട്രിബ്യൂഷൻ ലഭിക്കും. അതാണ് സെയിൽസ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. 20 minus 12 നമുക്ക് ₹8 per യൂണിറ്റ് എന്ത് കിട്ടി? കോൺട്രിബ്യൂഷൻ ലഭിച്ചു. ഇനി നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു 100. 40% നമുക്ക് കോൺട്രിബ്യൂഷൻ ലഭിച്ചു. അത് നമ്മൾ ബി പി ഇൻ സെയിൽസ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസിൽ അപ്ലൈ ചെയ്യുകയാണ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ
PV റേഷ്യോ, അതായത് 40,000 ഡിവൈഡഡ് ബൈ 40% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ലഭിക്കും? നമുക്ക് 1,00,000 രൂപ നമുക്ക് എന്ത് കിട്ടും? ബ്രേക്ക് ഇവൻ പോയിന്റ് നമുക്ക് ലഭിക്കും. എന്തില്? ഇൻ സെയിൽസിലോ. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ്, ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 40,000 ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ്? 20 minus 12 equal to 40,000 divided by 8 is equal to 5,000 units. കിട്ടിയ 5,000 യൂണിറ്റ്സ്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ യൂണിറ്റ്സ് ചെയ്യുമ്പോൾ 5,000 യൂണിറ്റ്സ് വന്നു. ഇപ്പം നമുക്ക് വേണമെങ്കിൽ നോക്കാം, ബ്രേക്ക് ഈവൻ പോയിന്റിന് സെയിൽസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? ₹1,00,000 നമുക്ക് ലഭിച്ചു അല്ലേ? ആ ₹1,00,000 ഇതിന് എത്രയാണ്? 5,000 യൂണിറ്റ്സ്. ആ 5,000 യൂണിറ്റ്സിന് നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 20 കൊണ്ട് എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? 1,00,000 തന്നെ കിട്ടും. ₹1,00,000 തന്നെ ലഭിക്കും. ഓക്കെ, ആൻസർ കറക്റ്റ് ആണോ നമുക്ക് അറിയാൻ പറ്റും. ഈ പ്രോബ്ലത്തിൽ PV റേഷ്യോ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു, ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സും ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസും എല്ലാം കൂടി കൺസോളിഡേറ്റ് ഒറ്റ പ്രോബ്ലം ആണ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് പ്രോബ്ലം നമുക്ക് ക്ലാസ്സിലെ ഗ്രൂപ്പിൽ തരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് പഠിക്കണം കേട്ടോ. പിന്നെ ഒന്നുകൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഈ ക്ലാസ് കാണണം എന്ന് പറയാനുണ്ട്. കാര്യം എന്താണ്? പുതിയ കുറേ കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ആദ്യം കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പഠിച്ചു, പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് പഠിച്ചു, ബ്രേക്ക് ഈവൻ അനാലിസിസ് പഠിച്ചു, 2 സെൻസ്, ഇൻ ബ്രോഡ് സെൻസ്, ഇൻ നാരോ സെൻസ് പഠിച്ചു അല്ലേ? അപ്പം അതെല്ലാം ഓർത്ത് വെക്കുക, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ മൊത്തത്തിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം എന്തായാലും ചോദിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബി സേഫ്. ഗോഡ് ബ്ലെസ്.